ഇയാൾ നഗരത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങാൻ വന്നതായിരുന്നു. എന്നാൽ പെട്ടെന്ന് കുറച്ചകലെയായി മണ്ണിലൊരു സ്വർണ്ണപ്രകാശം തിളങ്ങുന്നത് അയാൾ കണ്ടു. അയാൾ ഉടൻ തന്നെ അതെന്താണെന്ന് പരിശോധിക്കാനായി അങ്ങോട്ട് നീങ്ങി. എന്നാൽ ആ തിളങ്ങുന്ന വസ്തുവിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തപ്പോൾ അതൊരു വലിയ സ്വർണ്ണ കഷണമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇതേ സമയം അയാളുടെ കൂട്ടുകാരനായ ഡേവിഡ് വിളിക്കാൻ തുടങ്ങി. എന്നാൽ തനിക്കെന്തോന്ന് കിട്ടിയെന്ന് ഡേവിഡ് അവനോട് പറഞ്ഞു. ഡേവിഡ് അവിടെ എത്തി നോക്കിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടുപോയി. അവൻ ഉടൻ തന്നെ അത് സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു മുഴക്കി. അത് ശുദ്ധമായ സ്വർണ്ണപ്പാറയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഉടൻ തന്നെ ആ സ്ഥലം കുഴിക്കാൻ തുടങ്ങി. എന്നാൽ മണിക്കൂറുകളോളം കുഴിച്ചതിന് ശേഷം അത് വളരെ വലുതാണെന്നും കൈകൊണ്ട് പുറത്തെടുക്കാൻ കഴിയില്ലെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ആ വലിയ സ്വർണ്ണപ്പാറ കയർ കൊണ്ട് കെട്ടി കാർ ഉപയോഗിച്ച് പുറത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് കയർ പൊട്ടിപ്പോയി. എങ്കിലും അവർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഒരിക്കൽ കൂടി ശ്രമിച്ചു. പക്ഷേ ഇത്തവണയും അവർ പരാജയപ്പെട്ടു. അത് കൂടുതൽ കുഴിക്കുകയല്ലാതെ അവർക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നേരം കുഴിച്ചിട്ടും അതിന്റെ അടിഭാഗം കാണാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ആ സ്വർണ്ണപ്പാറ അവർ പ്രതീക്ഷിച്ചതിലും വളരെ വലുതായിരുന്നു. അത് കുഴിച്ചു പുറത്തെടുക്കാൻ സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ സന്ധ്യയായിരുന്നു. മരുഭൂമിയിലെ വന്യമൃഗങ്ങളിൽ നിന്ന് അവർക്ക് അപകടമുണ്ടായിരുന്നു. അതുകൊണ്ട് തീ കത്തിച്ചു വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ രണ്ടുപേരും ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ചു. ആ സ്വർണം വിറ്റ് തങ്ങൾ വലിയ പണക്കാരാകാൻ പോകുന്നു എന്നോർത്ത് അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതിനായി അവർ എത്രയും പെട്ടെന്ന് ആ സ്വർണം പുറത്തെടുക്കേണ്ടതുണ്ട്. അതിനവർക്കൊരു വലിയ യന്ത്രം ആവശ്യമായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത ജോലികൾ ചെയ്യണം. ഒരാൾ കുഴിക്കാനുള്ള യന്ത്രം തേടി നഗരത്തിലേക്ക് പോകണം. മറ്റൊരാൾ ഇവിടെ തന്നെ സ്വർണ്ണത്തിന് കാവലിരിക്കണം. കിഴക്കേ ദിശയിൽ 2 ദിവസത്തെ യാത്രാദൂരത്തിൽ ഒരു നഗരത്തെക്കുറിച്ച് തനിക്ക് അറിയാമെന്ന് ഡേവിഡ് അവനോട് പറഞ്ഞു. അവിടെ പോയി വരാൻ 4 ദിവസം എടുക്കും. കൂടാതെ കുഴിക്കാനുള്ള യന്ത്രം കണ്ടെത്താൻ 1 ദിവസം കൂടി അയക്കാം. ഡേവിഡ് ഇത് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, താനിവിടെ തന്നെ സ്വർണ്ണത്തിന് കാവലിരിക്കാമെന്ന്. അപ്പോൾ ഡേവിഡ് അവനോട് നോ മാൻസ് ലാൻഡിലെ അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ഈ സമയത്ത് വന്യമൃഗങ്ങളെയും മരുഭൂമിയിലെ കഠിനമായ കാലാവസ്ഥയെയും നേരിടേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അതിനെല്ലാം താൻ തയ്യാറാണെന്ന് ഡേവിഡ് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവർ തങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ പകുതിയാക്കി. പോകുന്നതിന് മുമ്പ് യാത്രക്കിടയിൽ പരസ്പരം ബന്ധപ്പെടാനായി അവൻ ഡേവിഡിന് ഒരു സാറ്റലൈറ്റ് ഫോൺ നൽകി. അവൻ പോരതിനു ശേഷം ഡേവിഡിന് ആദ്യം സ്വർണ്ണപ്പാറയുടെ മുകൾ ഭാഗം മണൽ കൊണ്ട് മൂടി. പിന്നെ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ചെറിയ തണലിടം ഉണ്ടാക്കി. രാത്രിയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ കുറച്ച് വിറകുകൾ ശേഖരിച്ചു. തീയുടെ സഹായത്തോടെ അവൻ ആദ്യ രാത്രി ഒരു കുഴപ്പവുമില്ലാതെ കഴിച്ചുകൂട്ടി. എന്നാൽ അടുത്ത ദിവസം ഉണർന്നപ്പോൾ അവനൊരു വിചിത്രമായ കാഴ്ച കണ്ടു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതൊരു തകർന്ന വിമാനമാണെന്ന് മനസ്സിലായി. 4 ദിവസം സുഖമായി ഇതിൽ കഴിച്ചുകൂട്ടാമെന്ന് ഡേവിഡിന് തോന്നി. എന്നാൽ താമസിയാതെ അവൻ അസ്വസ്ഥനായി. കാരണം ഇവിടെ നിന്ന് അവന് സ്വർണം കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ വിമാനത്തിന്റെ തകർന്ന കുറച്ച് ഭാഗങ്ങൾ എടുത്ത് സ്വർണ്ണപ്പാറയുടെ അടുത്ത് തന്നെ ഒരു വലിയ ടെന്റ് ഉണ്ടാക്കി.